പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ മാനസയുടെ ചതികളെല്ലാം കൈയോടെ പിടിച്ചതിനെ തുടർന്ന് മാനസയാകെ പകച്ചുപോയിരിക്കുകയാണ്. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് മാനസ ഇതോടെ ആലോചിച്ചു തുടങ്ങുന്നു. ഇതിനിടയിൽ ശ്രീദേവി കൂടെ നിന്നുകൊണ്ട് ചതിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. കൃത്യമായ പ്ലാനിങ്ങുമായിട്ടാണ് ഇപ്പോൾ ശ്രീദേവി പോകുന്നത്. പക്ഷേ ശ്രീദേവിയുടെ ഈ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഇടയാവുകയാണ് ഇപ്പോൾ കൺമണി. ശ്രീദേവിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് തന്നെ അവൾ കൂടെ നിന്ന് ചതിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കൺമണിക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ അറിയിക്കുകയാണ് കൃഷിനെ. ഈ കാര്യം അറിയുന്ന കൃഷും കൺമണിയും ഇതേ തുടർന്ന് ശ്രീദേവിയെ കാണാൻ മുന്നിലേക്ക് കടന്നു വരുന്നു. നീ കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലേ? നിന്നെ പോലെയുള്ളവരുടെ മനസ്സിലിരിപ്പെല്ലാം കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളും ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീ ചതിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇതോടെ അയ്യോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, തെറ്റിദ്ധാരണയോ? ഇതേ തുടർന്ന് കൃത്യമായ തെളിവുകൾ മുന്നിലേക്ക് എടുത്തു നിരത്തുകയാണ് കൺമണി. താൻ പെട്ടുപോയി എന്ന് ഇതോടെ അവൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയായി നിൽക്കുന്നത്. രക്ഷപ്പെടുന്നതിന് വേണ്ടി മറ്റു വഴികളൊന്നുമില്ലല്ലോ എന്ന് ഇതോടെ അവൾ തിരിച്ചറിയുന്നു. ഇതോടെ മാപ്പ് പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരുന്ന ശ്രീദേവി തന്നെ വെറുതെ വിടണമെന്ന് കരഞ്ഞു പറയുകയാണ്. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ കളിച്ച മാനസയെ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൃഷ്. അവൾക്കുള്ള തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും. ഇതേ സമയം നാട്ടിലേക്ക് തിരികെ എത്തുകയാണ് ഇപ്പോൾ സാഗറും കുടുംബവും. മാത്രവുമല്ല, തൻ്റെ സഹോദരിയെ നാളുകൾക്ക് ശേഷം കണ്ടതിനെ തുടർന്ന് കൃഷും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.